പക്ഷികൾക്ക് ധാന്യമണി എറിഞ്ഞു കൊടുക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ഇയാൾക്കൊക്കെ എന്ത് കിട്ടാനാ? ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ പിന്നെ ചെയ്യുന്ന സ്വതക്കുകൾക്ക് പ്രതിഫലമില്ലല്ലോ എന്ന് ചിന്തിച്ചയാൾ പിന്നീട് അടുത്ത കൊല്ലം മക്കത്തുൽ മുകറമിൽ ഹജ്ജിന് പോയ സമയത്ത് ആ സ്ത്രീയും അവിടെ ഉണ്ട്. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾക്ക് എങ്ങനെ ഇസ്ലാം കിട്ടി? പക്ഷികൾക്ക് എറിഞ്ഞു കൊടുത്ത ധാന്യമണിയുടെ ഫലമായിട്ട് ഇസ്ലാം റബ്ബ് സമ്മാനം തന്നു എന്ന് പറയുന്നതിനെ വായിക്കുന്നിടത്താണ് ഒരാളുടെ ഈ നന്മ നമ്മൾ ചെറുതായി കാണരുത്. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് വലുതായിരിക്കും. നമ്മുടെ കാഴ്ചയിൽ അവർ വളരെ ചെറുതാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഒരു ഓട്ടോ ഡ്രൈവർ, ഒരു മത്സ്യവില്പനക്കാരൻ ചെറുതല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണെന്ന് കൃത്യമായി ഡാറ്റ തരാത്തത് എല്ലാവരെയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാക്കാനുള്ള സാധ്യതയെ നമ്മൾ തള്ളിക്കളയണ്ട എന്നതുകൊണ്ടുകൂടിയാണ്. ആരെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. നമ്മളെക്കാൾ ഹൈറാണ് എല്ലാവരും എന്ന് ചിന്തിക്കാനാണ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത്. അപ്പോഴാണ് ഒരാളുടെ ഖൽബ് സലീമാവുന്നത്. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒന്നും ഹൃദയത്തിലില്ലാതെ പോകുമ്പോഴേ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ.